ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കമ്പ്യൂട്ടർ ക്ലാസ്സിൻ്റെ പാർട്ട് 3 വീഡിയോ ആണിത്. കഴിഞ്ഞ 2 വീഡിയോകളിൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസിക്സ് കുറേയൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പ് ഇതുപോലെയായിരിക്കും കാണപ്പെടുന്നത്. ഡെസ്ക്ടോപ്പിൽ ആരോ പോലെ കാണുന്നതാണ് മൗസ് പോയിൻ്റർ. മൗസ് നമ്മൾ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതനുസരിച്ച് മൗസ് പോയിൻ്റർ മൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കാണുന്ന ഐക്കൺസിൽ പ്രധാനപ്പെട്ടവയൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഗൂഗിൾ ക്രോം, ഫയർഫോക്സ് മുതലായവ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ നേരമാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ MS വേർഡ്, MS എക്സൽ മുതലായവ ടൈപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതിൽ MS എക്സൽ കൂടുതൽ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ടൈപ്പിംഗ് വർക്കുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് ഇവയൊക്കെ ഫോൾഡേഴ്സാണ്. നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഫയൽസും ഒക്കെ കീപ്പ് ചെയ്യാനാണ് ഇതുപോലെയുള്ള ഫോൾഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി മൗസിൻ്റെ റൈറ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു മെനു ഓപ്പണായി വരും. അതിൽ നിന്ന് ന്യൂ എന്ന ഭാഗത്തേക്ക് പോവുക. പിന്നീട് ഫോൾഡർ ഇത് സെലക്ട് ചെയ്യുക. എന്തൊരു ഐറ്റവും സെലക്ട് ചെയ്യാനായിട്ട് മൗസ് പോയിൻ്റർ ആ ഒരു ഐറ്റത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ച ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ന്യൂ ഫോൾഡർ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ന്യൂ ഫോൾഡർ എങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കൈകൊണ്ട് മൗസ് നീക്കി ഈ മൗസ് പോയിൻ്റർ ആ ഒരു ഫോൾഡറിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്ന ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇനി ഈ ഒരു ഫോൾഡർ കുറച്ച് നേരത്തേക്ക് നമുക്ക് ആവശ്യമില്ല. പിന്നീട് ഇത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യേണ്ട. പകരം ഇത് മിനിമൈസ് ചെയ്ത് ഈ ഒരു ടാസ്ക് ബാറിൽ ഇടാവുന്നതാണ്. അതിനായിട്ട് ഈ ഒരു മൈനസ് സിമ്പിളിൻ്റെ മുകളിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുപോയി അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ അത് മിനിമൈസായി ഇവിടെ വന്ന് കിടക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്നും ഏതെങ്കിലും സോഫ്റ്റ്വെയറോ പ്രോഗ്രാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോൾഡറുകളോ ഒക്കെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ വിൻഡോ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയോ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് പോയിൻ്റർ ഇവിടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അത് സെലക്ട് ചെയ്യുക, ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വീണ്ടും ഓപ്പൺ ആയിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു വിൻഡോയുടെ സൈസ് അല്പം കുറച്ച് മറ്റൊരു വിൻഡോയും കൂടി നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സൈസ് കുറഞ്ഞിരിക്കുന്നത് കാണാം. ഇനി ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ മൗസ് പോയിൻ്റർ ഈ ഒരു ടോപ്പ് പോർഷനിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൗസ് നമുക്കിഷ്ടമുള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് നീക്കുക. ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നീക്കണം. നമുക്ക് ആവശ്യമുള്ള ആ ഒരു പ്ലേസിൽ അത് വന്ന ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്യുക. ഇനി നമുക്കിവിടെ കിടക്കുന്ന മറ്റൊരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഫോൾഡറോ സോഫ്റ്റ്വെയറോ എന്തെങ്കിലും നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതും നമുക്ക് ഈ ഒരു സെയിം ആ ഒരു ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് അതും ആ ഒരു സൈസിലായി. ഇനി നമുക്ക് ഈ ഒരു വിൻഡോയിലേക്ക് വരാനായിട്ട് ഈ ഒരു വിൻഡോ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മൗസ് പോയിൻ്റർ ഇവിടെ വെച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വിൻഡോയിലേക്ക് വരാൻ ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ കൂടുതൽ ഡോക്യുമെൻറ്റ്സ് നമുക്കിതേപോലെ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് തമ്മിൽ ഈ ഡോക്യുമെൻറ്റ്സിലുള്ള കണ്ടൻസ് തമ്മിൽ കമ്പയർ ചെയ്യാനും മറ്റും ഇങ്ങനെയുള്ള ഈ ഓപ്ഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്കിത് മാക്സിമൈസ് ചെയ്യാനായിട്ട് ആ ഒരു മാർക്കിൽ അതൊന്ന് ആ സിമ്പിളൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമുക്ക് എക്സ് എന്നുള്ളത് അങ്ങറ്റമാണ് കിടക്കുന്നത്. അതിനായിട്ട് നമ്മളിതിനെ ഡ്രാഗ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണം നേരത്തെ ചെയ്തതുപോലെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് അതങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി ഈ ഡെസ്ക്ടോപ്പിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റി മറ്റൊരു ബാക്ക്ഗ്രൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും താഴെ പേഴ്സണലൈസ് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആകും. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിക്ചറാണ്, പ്രിവ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
ഈ കിടക്കുന്നതൊക്കെ ഡിഫോൾട്ടായിട്ടുള്ള കുറേ പിക്ചേഴ്സാണ്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. അതല്ല നമ്മൾ കമ്പ്യൂട്ടറിൽ മറ്റേതെങ്കിലും പിക്ചേഴ്സോ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തോ മറ്റോ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള പിക്ചേഴ്സ് എടുക്കാനായിട്ട് ഈ ഒരു ബ്രൗസ് എന്നുള്ള ഐറ്റം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഡെസ്ക്ടോപ്പ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരിക്കുന്നത് കാണാം. ഇനി നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആ മെനു ഒന്നും കൂടെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വ്യൂ അതിലേക്ക് പോവുക. ഇവിടെ കണ്ടോ ലാർജ് ഐക്കൺസ്, മീഡിയം ഐക്കൺസ്, സ്മോൾ ഐക്കൺസ് എന്ന് കാണാം. ഇപ്പോൾ സെലക്റ്റഡ് ആയി കിടക്കുന്നത് സ്മോൾ ഐക്കൺസ് ആണ്. അതായത് സ്മോൾ ഐക്കൺസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ബ്ലാക്ക് ഡോട്ട് കാണുന്നത്. നമുക്കിത് ലാർജ് ഐക്കൺസിലേക്ക്, അതായത് ഈ ഐക്കൺസിൻ്റെ സൈസ് ലാർജ് ഐക്കൺസിലേക്ക് മാറ്റാവുന്നതാണ്. വ്യൂയിലേക്ക് വരിക, എന്നിട്ട് ലാർജ് ഐക്കൺസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഐക്കൺസൊക്കെ ലാർജ് ആയിരിക്കും നമുക്ക് കാണാം. ഇനി നമുക്ക് പഴയ ആ ഒരു സ്മോൾ ഐക്കൺസ് ആക്കാനും സെയിം മെനു ഓപ്പൺ ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂയിലേക്ക് പോവുക, സ്മോൾ ഐക്കൺസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഡെസ്ക്ടോപ്പ് ഐക്കൺസേ വേണ്ട, ഇവിടെ ബ്ലാങ്ക് ആയിട്ട് ഇരുന്നാൽ മതി. അതിന് നമ്മൾ ആ ഒരു വിൻഡോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക, വ്യൂയിലേക്ക് പോവുക, ഷോ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് എന്നുള്ളത് ഇവിടെ ടിക്ക് മാർക്ക് വീണ് കിടക്കുകയാണ്, അതായത് അത് സെലക്റ്റഡ് ആയി കിടക്കുകയാണ്. അത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇവിടെ മൗസ് പോയിൻ്റർ വെച്ച ശേഷം. അപ്പോൾ ഐക്കൺസ് എല്ലാം പോയത് കാണാം. ഇനി നമുക്കത് തിരിച്ച് സെയിം വേ ഇതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക, ടിക്ക് മാർക്ക് വരുത്തി കൊടുക്കുക. അതിന് ജസ്റ്റ് നമ്മളിവിടെ കൊണ്ട് മൗസ് പോയിൻ്റർ വെച്ചിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വീണ്ടും നമുക്ക് ആ മെനുവിൽ നിന്നും കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ഓട്ടോ അറേഞ്ച് ഐക്കൺസ് എന്നുള്ളത് ടിക്ക് മാർക്ക് വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഐക്കൺ നമ്മൾ ഇവിടെ നിന്ന് മാറ്റി ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ അവിടെ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായിരിക്കുന്നത് കാണാം. മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഈ ഒരു ഐറ്റം നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേ, അതവിടെ ഇരിക്കത്തില്ല, തിരിച്ച് ഈ ഒരു ഗ്രൂപ്പിലോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിരിക്കുന്നത് കാണാം. അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ അറേഞ്ച് ഐക്കൺസ് അത് ഇനേബിളായി കിടക്കുകയാണ്. ഇനി നമുക്കതിനെ ഡിസേബിൾ ചെയ്യാം. ഇവിടെ മൗസ് പോയിൻ്റർ വെച്ച് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഡിസേബിളായി കിടക്കുകയാണ്, ആ ടിക്ക് മാർക്ക് പോയി കിടക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഐക്കൺ ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ കണ്ട ആ ഗ്യാപ്പ് അതുപോലെ തന്നെ കിടക്കുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യപ്പെട്ടില്ല. അതുപോലെ ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി നോക്കാം. അത് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് അറേഞ്ച് ചെയ്തിട്ടില്ല. പഴയ പോലെ ആക്കാനായിട്ട് ഓട്ടോമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഇനേബിൾ ചെയ്യാനായിട്ട് തിരിച്ചവിടെ പോവുക, ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴത് ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ചായി ഇവിടെ ടിക്ക് മാർക്ക് വന്നിരിക്കുന്നതും കാണാം. ഇനി നമ്മളിങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന ഈ മെനു നമുക്ക് ക്ലോസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ മൗസ് പോയിൻ്റർ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ സെറ്റിങ്സ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ബ്രൈറ്റ്നെസ്, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു മാർക്കിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് വെച്ച ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ലെഫ്റ്റിലോട്ടാക്കിയാൽ ഡിം ആകുന്നത് കാണാം, റൈറ്റിലോട്ടാക്കിയാൽ ആ ഒരു ബ്രൈറ്റ്നെസ് കൂടുന്നത് കാണാം. നമ്മളത് മീഡിയമായ ഒരു 50ലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഇനി ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കറിയാം ഇവിടെ കിടക്കുന്ന ഏതൊരു ഐക്കണായാലും ഓപ്പൺ ചെയ്യാനായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അതേസമയം നമ്മളിവിടേക്ക് ഈ ടാസ്ക് ബാറിലോട്ട് പിൻ ചെയ്തിടുകയാണെങ്കിൽ സിംഗിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ ഇപ്പോൾ MS വേർഡാണ് നമുക്കങ്ങനെ എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് ഉള്ളതെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് വെച്ച ശേഷം മൗസ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് ലെഫ്റ്റ് ബട്ടൺ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമ്മളതിനെ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്ത് അതിവിടെ ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊരു മെത്തേഡ്, നമ്മൾ ഇപ്പോൾ ഈ ഒരു MS
പിൻ ടു ടാസ്ക് ബാർ അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു ഐക്കൺ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് ഇടാവുന്നതാണ്. ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺപിൻ ഫ്രം ടാസ്ക് ബാർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫയലിൻ്റെ നെയിം അറിയാം, പക്ഷേ അതിൻ്റെ ലൊക്കേഷൻ അറിയത്തില്ല എവിടെയാണെന്ന്. അങ്ങനെയെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ഫയലിനെ ടൈപ്പ് ചെയ്ത് ഫയലോ ഫോൾഡറോ എന്താണെങ്കിലും ഇവിടെ നമ്മൾ ആ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് ഇവിടേക്ക് വരുമ്പോൾ ടെമ്പറേച്ചറൊക്കെ കാണാം. പിന്നീട് ഈ ഒരു ആരോ മാർക്ക് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബ്ലൂടൂത്തോ പെൻ ഡ്രൈവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഐക്കൺ ഒക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അതുപോലെ ഈ ഒരു വിൻഡോയും ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു വിൻഡോയുടെ പുറത്ത് എവിടെയെങ്കിലും വെച്ച് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഇത് ലാംഗ്വേജാണ്. ഈ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മാറ്റി മലയാളം ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒന്ന് ലെഫ്റ്റ് ക്ലിക്കാണ് ചെയ്യേണ്ടത്. അന്നേരമാണ് മറ്റൊരു മെനു ഓപ്പൺ ആകുന്നത്. അവിടെ നിന്ന് നമുക്ക് മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ മലയാളത്തിൽ വരുന്നതായിരിക്കും. പിന്നീട് ഇത് ഡേറ്റും ടൈമുമാണ്. അഥവാ ഡേറ്റും ടൈമും തെറ്റായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ട് മൗസ് പോയിൻ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മെനു ഓപ്പൺ ആകും. അതിനകത്ത് നിന്നും അഡ്ജസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ടൈം അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഡേറ്റും ടൈമും ഒക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഈ ഒരു കോർണറിലുള്ള ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു മെനു ഓപ്പൺ ആയി വരും. കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പോവുക, സെറ്റിങ്സ് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വിൻഡോ വരും. അവിടെ വെച്ച് സെറ്റിങ്സിലോ മറ്റോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നീട് ഈ ഒരു പവർ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നു. 3 ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. സ്ലീപ്പ്, ഷട്ട് ഡൗൺ, റീസ്റ്റാർട്ട്. നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ വർക്കെല്ലാം ചെയ്ത ശേഷം കമ്പ്യൂട്ടർ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പ്ലഗ് സ്വിച്ച് ഓഫ് ചെയ്യരുത്. പകരം ഇതേപോലെ ഷട്ട് ഡൗൺ സെലക്ട് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യുക കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അതിനുശേഷം വേണമെങ്കിൽ മോണിറ്റർ ഓഫ് ചെയ്യാം. പിന്നീട് നമുക്ക് UPS ഓഫ് ചെയ്യുക. പിന്നീട് പ്ലഗ് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറിൻ്റെ സേഫ്. ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞു മെനു നമുക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്നതെല്ലാം ഈ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന പല വിധത്തിലുള്ള പ്രോഗ്രാംസും മറ്റുമാണ്. അതിൻ്റെ തന്നെ ഐക്കൺ ഫോമിൽ എടുത്തിട്ടിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. നമുക്കങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് നോക്കാം. അലാംസ് ആൻഡ് ക്ലോക്ക്. നമ്മൾ അവിടേക്ക് വരിക, മൗസ് പോയിൻ്റർ കൊണ്ടുവരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിൻ ടു സ്റ്റാർട്ട് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു അലാംസ് ആൻഡ് ക്ലോക്ക് എന്നുള്ളത് ഇവിടെ ഐക്കൺ രൂപത്തിൽ വന്നിരിക്കുന്നത് കാണാം. പെട്ടെന്ന് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്നും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായി പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ഐക്കൺ രൂപത്തിൽ നമ്മൾ എടുത്തിരുന്നത്. ഇനി ഈ മെനു ക്ലോസ് ചെയ്യാനും നമ്മൾ ഈ മെനുവിൻ്റെ പുറത്തെവിടെയെങ്കിലും വരിക, ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോൾഡേഴ്സിനെ കുറിച്ചും അതുപോലെ വേർഡ് എന്നുള്ള സോഫ്റ്റ്വെയർ, അതുപോലെ MS Excel ഇങ്ങനെയുള്ള, അതുപോലെ ഇൻ്റർനെറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്നുള്ള വീഡിയോകളിൽ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെയും നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.